അവതാര ഹേതു, അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഭഗവാൻ ജനിക്കുവാനുണ്ടായ കാരണം എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഭാരതത്തിലെ തെക്കു ഭാഗത്ത് തമിഴ്നാട്ടില് രാമേശ്വരം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നും ലങ്ക എന്ന ദ്വീപിലേക്ക് 100 യോജന, അതായത് നമ്മൾ കിലോമീറ്ററിൽ പറഞ്ഞാൽ ഏതാണ്ട് 48 കിലോമീറ്റർ ദൂരെയാണ് ഉള്ളത്. ലങ്ക ഒരു ദ്വീപാണ്. ആ ദ്വീപ് ഭരിച്ചിരുന്നത് ആരാണെന്നറിയാമോ? രാവണൻ എന്ന ഒരു രാജാവായിരുന്നു. ഈ രാവണൻ ആരാണ്? ബ്രഹ്മാവിൻ്റെ മകൻ പുലസ്ത്യൻ, അദ്ദേഹത്തിൻ്റെ മകൻ വിശ്രവസ്, ആ വിശ്രവസിൻ്റെയും കൈകസിയുടെയും പുത്രനായിരുന്നു വലിയ ശിവഭക്തനായിരുന്ന രാവണൻ. രാവണന് 10 തലകൾ ഉണ്ടായിരുന്നു. ഈ 10 തലകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അദ്ദേഹത്തിന് 4 വേദങ്ങളിലും 6 ശാസ്ത്രങ്ങളിലും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. അതാണത് സൂചിപ്പിക്കുന്നത്. രാവണന്റെ ഭാര്യ അസുരശില്പിയായ മയന്റെ മകൾ മണ്ഡോദരിയായിരുന്നു. രാവണൻ തൻ്റെ ഭക്തി, പാണ്ഡിത്യം, ബലം, അധികാരം, സമ്പത്ത് എന്നിവയെല്ലാം കൊണ്ട് വലിയ ഒരു അഹങ്കാരിയായി തീർന്നു. അതോടെ ബ്രാഹ്മണനായ രാവണൻ തൻ്റെ ധർമ്മമാർഗമെല്ലാം ഉപേക്ഷിച്ചിട്ട് അധർമ്മം ചെയ്യുവാൻ തുടങ്ങി. രാക്ഷസന്മാരായിരുന്ന രാവണന്റെ അനുയായികൾ ജനങ്ങളെ ഉപദ്രവിക്കുക, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയ മറ്റുള്ളവരുടെ ഭാര്യമാരെ ഉപദ്രവിക്കുക, ഈശ്വരഭക്തന്മാരെ നിന്ദിക്കുക, വധിക്കുക തുടങ്ങി എല്ലാ ദുഷ്ടതകളും രാവണനും രാവണന്റെ കൂട്ടാളികളും കൂടി ചെയ്യാൻ തുടങ്ങി. രാവണന് കുംഭകർണൻ, ഖരൻ, ദൂഷണൻ, സുബാഹു, മാരീചൻ തുടങ്ങി ശക്തരായ അനേകം ദുഷ്ടന്മാരായ അനുയായികളും ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഇന്ദ്രജിത്ത്, ഇന്ദ്രനെ പോലും ജയിച്ച ഇന്ദ്രജിത്ത്, പിന്നെ അക്ഷകുമാരൻ, നരാന്തകൻ, അതികായൻ, അങ്ങനെ കുറേ മക്കൾ, ഒരുപാട് മക്കളും ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാവരും മഹാശക്തന്മാരുമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു രാവണൻ? ദേവലോകം ആക്രമിച്ച് ദേവേന്ദ്രനെയും ദേവന്മാരെയും പുറത്താക്കി. എന്നിട്ട് ഈ ലങ്ക ഒരു സുവർണ നഗരിയായിരുന്നു. അത് ആരുടേതെന്നറിയാമോ? രാവണന്റെ അച്ഛന് വേറൊരു ഭാര്യയിൽ ഒരു മകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വൈശ്രവണനാണ്. അദ്ദേഹം വളരെ ശാന്തനായ ഒരു യക്ഷനായിരുന്നു. അദ്ദേഹം അതായത് ദേവന്മാരുടെ ഒരു ഭാഗമാണ് യക്ഷന്മാര്. യക്ഷനായിരുന്നു വൈശ്രവണൻ. ഈ വൈശ്രവണൻ വളരെ വലിയ ധനവാനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കുബേരൻ എന്നൊരു പേരും കൂടെ ഉണ്ടായി. അപ്പൊ ധനത്തിന്റെ അധിപതിയാണ് ഈ വൈശ്രവണൻ. വൈശ്രവണന്റെ രാജ്യമായിരുന്നു ലങ്ക. ലങ്ക മുഴുവൻ സ്വർണ്ണ നഗരമായിരുന്നു. മാത്രമല്ല വൈശ്രവണന് മനസ്സ് പറയുന്നത് പോലെ കേൾക്കുന്ന ഒരു പുഷ്പക വിമാനവും ഉണ്ടായിരുന്നു. അപ്പോൾ രാവണൻ എന്ത് ചെയ്തു? തൻ്റെ അർത്ഥ സഹോദരനാണല്ലോ വൈശ്രവണൻ, അയാളുടെ കയ്യിൽ നിന്നും ഈ ലങ്കാ രാജ്യവും പുഷ്പക വിമാനവും തട്ടിപ്പറിച്ചെടുക്കും. എന്നിട്ട് വൈശ്രവണനെ അവിടുന്ന് ഓട്ടിച്ചു. വൈശ്രവൻ അവിടുന്ന് ഭഗവാന്റെ ഭക്തനായതുകൊണ്ട് അളകാപുരി എന്നൊരു സ്ഥലത്ത് പോയി താമസിച്ചു. അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു, നളകൂബരനും മണിഗ്രീവനും. അത് നളകൂബരന്റെ പത്നിയായ രംഭ അതിസുന്ദരിയായിരുന്നു. ഒരു ദിവസം രാവണന് അധർമ്മിയല്ലേ, ഈ മകളെപ്പോലെ മകൾക്ക് സമയായ രംഭയെ ഈ രാവണൻ ആക്രമിച്ചു. അപ്പം നിവർത്തിയില്ലാതെ രംഭ തന്നെത്താനെ ആത്മാഹൂതി ചെയ്തു. അതായത് തീയിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് രംഭ രാവണനെ ശപിക്കും. അതായത് ഏതെങ്കിലും സ്ത്രീകളെ അവരുടെ സമ്മതമില്ലാതെ ആക്രമിച്ചാൽ രാവണന്റെ തല പൊട്ടിത്തെറിച്ചു പോകും എന്നൊരു ശാപം നൽകി. അതുകൊണ്ടാണ് സീതാദേവിയെ തൊടാനോ ഒന്നും ചെയ്യാനോ രാവണന് കഴിയാതിരുന്നത്. ആരെങ്കിലും ഇഷ്ടമില്ലാതെ തൊട്ടുപോയാൽ രാവണന്റെ തല പൊട്ടിത്തെറിക്കും. അതുകൊണ്ട്
രാവണൻ പേടിച്ചാണ് സീതാദേവിയെ തൊടാതിരുന്നത്. മാത്രമല്ല സീതാദേവി മഹാലക്ഷ്മിയുടെ അവതാരമല്ലേ, തൊടാനൊന്നും പറ്റില്ല. യഥാ രാജ തഥാ പ്രജ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് രാജാവ് എങ്ങനെയോ അതുപോലെ തന്നെ പ്രജകളും ആയിത്തീരും. രാജാവ് അധർമ്മിയായിരുന്നു, അതുകൊണ്ട് പ്രജകളും അധർമ്മികളായി തീർന്നു. അങ്ങനെ ലങ്കാ രാജ്യത്തില് പ്രജകൾക്കൊക്കെ സന്തോഷം തന്നെയാണ്, പക്ഷെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ജീവിത വ്രതം. മനസ്സിലായില്ലേ? ഈ രാവണന് ഇത്രയും ശക്തി എങ്ങനെയാണ് ഉണ്ടായത്? രാവണനും സഹോദരനായ കുംഭകർണനും അവര് ഗോകർണ പർവ്വതത്തില് 10,000 വർഷം തപസ് ചെയ്തു. അമ്മ പറഞ്ഞില്ലേ, ആ ത്രേതായുഗത്തിലൊക്കെ നമ്മളുടെ പോലെ കലിയുഗത്തിൽ മനുഷ്യർക്ക് 120 വയസ്സ് വരെ ആയുസുള്ളൂ, പരമായുസ്. പക്ഷെ ത്രേതായുഗത്തിലേക്ക് ഒരുപാട് ആയുസ്സുണ്ട്. അങ്ങനെ 10,000 വർഷം അവർ തപസ് ചെയ്തു. തപസ് ചെയ്ത് തീവ്രമായ തപസ്സാണ്. അപ്പൊ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, എന്ത് വരമാണ് വേണ്ടത്? നിങ്ങളുടെ തപസ്സിൽ ഞാൻ പ്രീതനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രാവണൻ അഹങ്കാരിയല്ലേ. രാവണൻ പറഞ്ഞു, എന്റെ ശക്തി അങ്ങ് കണ്ടില്ലേ, എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, അത് പറ്റില്ലല്ലോ, ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ്, ജനിച്ചവർക്കെല്ലാം മരിക്കണം, അതുകൊണ്ട് ആ വരം തരാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ദുർബലനായ മനുഷ്യൻ ഒഴിച്ച് വേറെ ആരും എന്നെ കൊല്ലാൻ പാടില്ല. പിന്നെ രാവണൻ എന്താ വിചാരിച്ചത്? മനുഷ്യർക്കാർക്കും എന്നെ ആക്രമിക്കാനോ കൊല്ലാനോ സാധിക്കില്ല, അവർ ദുർബലരല്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു വരമാണ് വാങ്ങിച്ചത്, വേറെ ഒരു ജീവിയും എന്നെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. കുംഭകർണൻ ഒരു വരം ചോദിച്ചത് എന്താണെന്നറിയാമോ? കുംഭകർണൻ ചോദിച്ചത് വലിയ ശക്തി ഉണ്ടാവണം എന്നാണ്. പക്ഷേ പറഞ്ഞത് തെറ്റിപ്പോയപ്പോ നിദ്രയാണ് ആവശ്യപ്പെട്ടത്, അതായത് ഉറക്കം. വാക്ക് തെറ്റിപ്പോയി, വാക്ക് തെറ്റി പറഞ്ഞതുകൊണ്ട് ഉറക്കമാണ് കുംഭകർണന് ലഭിച്ച വരം. 6 മാസം ഗാഠനിദ്രയിലായിരിക്കും കുംഭകർണൻ, ആർക്കും ഉണർത്താൻ പറ്റില്ല, 6 മാസം ഉണർന്നിരിക്കാം. അങ്ങനെയാണ് കുംഭകർണന് ലഭിച്ച വരം. ഈ ഒരു വരം ലഭിച്ചതോടുകൂടി രാവണന്റെ അഹങ്കാരം 10 മടങ്ങ് വർദ്ധിച്ചു. രാവണൻ ലോകം മുഴുവൻ മാത്രമല്ല ത്രിലോകങ്ങളിലും ദുഷ്ടത കൊണ്ട് സർവമാന ജീവികളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ഓരോ ലോകത്തിൽ ഓരോ ജീവികളാണ്. ഭൂലോകത്തിൽ മനുഷ്യര്, ദേവലോകത്തിൽ ദേവന്മാര്, അങ്ങനെ പല പല ലോകത്തിൽ പല ജീവികളാണ്. എല്ലാ ലോകത്തിലെ എല്ലാ ജീവികളെയും ഉപേക്ഷിക്കുക, കാടുകളിലും വനങ്ങളിലും തപസ് ചെയ്ത് ജീവിക്കുന്ന നല്ലവരായ മഹർഷിമാരെ ഉപദ്രവിക്കുക, അവരുടെ യാഗം മുടക്കുക, അവരെ കൊല്ലുക എന്ന് വേണ്ട എന്തൊക്കെ ദുഷ്ടത ചെയ്യാമോ അതെല്ലാം രാവണൻ ചെയ്ത് ഈ ലോകത്തിന് ഭൂമിദേവിക്ക് ഭാരം സഹിക്കാൻ വയ്യാണ്ടായി. അപ്പൊ ഭൂമിദേവി ഒരു ഗോമാതാവിന്റെ വേഷം ധരിച്ച് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവിനോട് പറഞ്ഞു, പ്രഭോ, ഞാൻ എങ്ങനെയാണ് ഇത്രയും വലിയ ഭാരം താങ്ങുക? എന്നെ കൊണ്ട് സാധിക്കില്ല, എന്തെങ്കിലും ഒരു വഴി കാണണം. അങ്ങ് കൊടുത്ത വരം കാരണം രാവണന്റെ അഹങ്കാരം ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു, അതിൻ്റെ കൂടെ വലിയ ശിവഭക്തനായതുകൊണ്ടുള്ള അഹങ്കാരവുമുണ്ട്, അതുകൊണ്ട് അങ്ങ് തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആരാണ് നമ്മളെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ? മഹാവിഷ്ണുവിനല്ലാതെ ശ്രീമൻ നാരായണനല്ലാതെ വേറെ ആരെയും രക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പാലാഴിയുടെ തീരത്ത് പോയി ഭഗവാനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ബ്രഹ്മാവും ഭൂമിദേവിയും ദേവന്മാരും എല്ലാവരുമായി ചെന്ന് പാലാഴി തീരത്തെത്തി. അവിടെ ചെന്നിട്ട് ഭഗവാനെ പുരുഷ സൂക്തം കൊണ്ട്, പുരുഷ സൂക്തം ഭഗവാന് വളരെ ഇഷ്ടമായ മന്ത്രമാണ്, പുരുഷ സൂക്തം ചൊല്ലി വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചു. അപ്പൊ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, എല്ലാം അറിയാം ഭഗവാന്, സർവജ്ഞനല്ലേ, എന്നാലും ചോദിച്ചു, എന്താണ് എല്ലാവരും കൂടെ വന്നിരിക്കുന്നത്, എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാനോട് ബ്രഹ്മാവ് പറഞ്ഞു, ഞാനൊരു വരം കൊടുത്തതിൻ്റെ പേരിൽ രാവണൻ വല്ലാതെ അഹങ്കരിച്ചിട്ട് ലോകം മുഴുവൻ പിന്നെ അശാന്തിയും അക്രമവും പടർത്തുകയാണ്. മനുഷ്യരെ ഉപദ്രവിക്കുക, ദേവന്മാരെ ഉപദ്രവിക്കുക, ദേവന്മാരെ എല്ലാവരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അവരെല്ലാവരും പല വേഷങ്ങളിൽ പല ലോകങ്ങളിൽ അലഞ്ഞു നടക്കുകയാണ്. ഭഗവാനെ, അങ്ങല്ലാതെ ആർക്കും ഞങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ
ഞാൻ അയോധ്യയിൽ ദശരഥ ചക്രവർത്തിയുടെ പുത്രനായിട്ട്, കൗസല്യാദേവിയുടെയും പുത്രനായിട്ട് മനുഷ്യവേഷത്തിൽ അവതരിക്കാം. അവതരിച്ചു കഴിഞ്ഞിട്ട് മഹാദുഷ്ടന്മാരായ എല്ലാവരെയും വധിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ജനിക്കുമ്പോൾ മഹാലക്ഷ്മി സീതാദേവിയായിട്ട് ജനക മഹാരാജാവിൻ്റെ വളർത്തുപുത്രിയായിട്ട് ജനിക്കും. അപ്പൊ സീതാദേവിയാണ് രാവണവധത്തിനൊരു കാരണമാകുക. സീതയുടെ പേരിലുണ്ടാകുന്ന, സീതയെ ഉപദ്രവിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു കാരണം വേണമല്ലോ എല്ലാത്തിനും. ആ ഒരു കാരണം കൊണ്ടാണ് രാവണനെ വധിക്കുവാനായിട്ട് ഞാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്താ വേണ്ടത്? എല്ലാ ദേവന്മാരും വാനരവംശത്തിൽ വാനരന്മാരായിട്ട് അതിഭീകരന്മാരും മിടുക്കന്മാരും ബുദ്ധിമാന്മാരും ധൈര്യശാലികളുമായിട്ടുള്ള വാനരന്മാരായിട്ട് ജനിക്കണം. അവര് നിങ്ങൾ കിഷ്കിന്ധ രാജ്യത്തിലും, ഭാരതത്തിലെ കിഷ്കിന്ധ രാജ്യത്തിലും അവിടെ എല്ലാം അടുത്തെല്ലാമുള്ള വനങ്ങളിലും താമസിച്ച്, മരങ്ങളിലൊക്കെ താമസിച്ചുകൊണ്ട് എൻ്റെ വരവിനായിട്ട് കാത്തിരിക്കണം. അപ്പോൾ എൻ്റെ സേന, വാനരസേനയാണ് ശ്രീരാമസേന. അതുകൊണ്ട് എല്ലാ ദേവന്മാരും എനിക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. എല്ലാവരും കാത്തിരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവതാര ഹേതു എന്താണ്? അവതാര കാരണം രാവണന്റെ ദുഷ്ടത. രാവണന്റെ ദുഷ്ടത കൊണ്ട് ഭഗവാൻ അവതരിച്ച് ദുഷ്ടന്മാരെ എല്ലാവരെയും കൊന്നുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കണം, ഇല്ലേ? എപ്പോഴൊക്കെ അധർമ്മം ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ ധർമ്മം രക്ഷിക്കുവാനായിട്ട് ഭഗവാൻ അവതരിക്കും. അങ്ങനെ ശ്രീരാമദേവനായിട്ട് അവതരിക്കാം എന്ന് വാക്കു കൊടുത്തുകൊണ്ട് ഭഗവാനും അപ്രത്യക്ഷനായി. ബ്രഹ്മാവും ദേവന്മാരും ഭൂമിദേവിയും അവിടെ നമസ്കരിച്ചുകൊണ്ട് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി. ദേവന്മാരെല്ലാം വാനരന്മാരുടെ രൂപം ധരിച്ച് ആ വംശത്തിൽ ജനിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി കാത്തിരുന്നു. അടുത്ത കഥ നാളെ പറയാം കേട്ടോ. സായിരാം.